ദീൻ നിങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ എവിടെ നിന്നാണ് നിങ്ങൾ ദീൻ പഠിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അൽ ഇമാം മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇൽമുണ്ടല്ലോ, ദീനുമായി ബന്ധപ്പെട്ട വിജ്ഞാനമുണ്ടല്ലോ, അത് നിങ്ങളുടെ ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദീൻ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ ചിലപ്പോൾ മെസ്സേജ് അയക്കണതാണ്, ഒരു വാലുമില്ല തുമ്പില്ലാത്ത മെസ്സേജ് ആയിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തിലുണ്ട്, അവസാനത്തിൽ ബുഖാരിന്നുണ്ട്. ഇതെവിടെ ഉള്ളത്, ഇതാരാ അയച്ചത്, ഇതാരാ വിവർത്തനം ചെയ്തത്, ഇതാരാ വിശദീകരണം പറഞ്ഞത്, ഒരു തെളിവുമില്ല, ഒരു ന്യായവുമില്ല. ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും തോന്നിയതുപോലെ ദീൻ നിങ്ങൾ എടുക്കരുത്. ദീൻ എടുക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. ആരാണ് ഈ ദീൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടുന്ന് ഇവിടുന്ന് എടുക്കരുത്, വിശ്വസിക്കാത്തവരിൽ നിന്ന് എടുക്കരുത്. സഹാബികളുടെ കാലഘട്ടത്തെക്കുറിച്ച് ഇബ്നു സീരീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്. സഹാബികളുടെ കാലഘട്ടത്തിൽ, താബിഈങ്ങളുടെ തുടക്ക കാലഘട്ടങ്ങളിൽ അവർ ഹദീസിന്റെ സനദ് ചോദിക്കാറില്ലായിരുന്നു. സനദ് എന്ന് പറഞ്ഞാൽ എന്താ? സനദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ പറയും റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഒരു താബിഈ പറയും. ആ താബിഈ പറയുന്നത് ഇന്നയാൾ ഇതിനാണ് സനദ് എന്ന് പറയുന്നത്, ഹദീസിന്റെ പരമ്പര എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സനദ് ചോദിക്കുന്ന സമ്പ്രദായം ആദ്യകാലത്തില്ലായിരുന്നു. കാരണം ദീനിൽ നിലകൊള്ളുന്നവരൊക്കെ സൂക്ഷ്മതയുള്ളവരാണ്. ആദ്യ കാലഘട്ടത്തിൽ സഹാബികളുടെ കാലഘട്ടമാണ്. ദീനിൽ കളവ് പറയാൻ ആളുകൾക്ക് പേടിയാണ്. വലമ്മാ വഖഅത്തിൽ ഫിത്ന, എന്നാൽ പിന്നീട് ഫിത്ന സംഭവിച്ചപ്പോൾ, അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം, അതാണ് ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സംഭവിച്ചതോടുകൂടി ഇസ്നാദിനെ കുറിച്ച്, സനദിനെ കുറിച്ച് ചോദിക്കാൻ ജനങ്ങൾ ആരംഭിച്ചു. അവർ ഒരു ഹദീസ് കേട്ടാൽ, ഖാല റസൂലുള്ളാഹ് എന്ന് പറയുന്നത് കേട്ടാൽ അവർ ചോദിക്കും, സമ്മൂ ലനാ റിജാലക്കും. ശരി, റസൂൽ പറഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, ശരി, ഇത് നിങ്ങൾ എവിടെ നിന്നാണ് കേട്ടത് എന്ന് ആദ്യം പറയൂ. അവനിത് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് പറയൂ. അങ്ങനെ ഓരോരുത്തരും ആരാണ് ഇത് അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്നത് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫയുൻദറു ഇലാ അഹ്ലി സുന്നഹ് ഫയുഖദു ഹദീസുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന അഹ്ലുസുന്നഹ്, അവരുടെ ഹദീസുകൾ മാത്രം സ്വീകരിക്കപ്പെടും, അവർ പറഞ്ഞാൽ എടുക്കും. വയുൻദറു ഇലാ അഹ്ലിൽ ബിദ്അ ഫലാ യുഖദു ഹദീസുഹും. ബിദ്അത്തിന്റെ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിൽ നിന്നും പുറത്തു കടന്നവർ, പുതിയ വഴികൾ ഉണ്ടാക്കിയവർ, അവരുടെ ഹദീസുകൾ സ്വീകരിക്കുകയില്ല. ഏത് കാലഘട്ടത്തിൽ? അത് സഹാബികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ അവസ്ഥയാണ്. ആ കാലഘട്ടത്തിൽ അവർ ദീൻ സ്വീകരിക്കുന്ന ഈ രൂപത്തിലാണ്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മസ്ജിദിലിരിക്കുകയാണ്. അപ്പോൾ ഒരാളിങ്ങനെ മസ്ജിദിൻ്റെ ഒരു മൂലക്കലിരുന്ന് ഒരു ഹദീസ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ചില ആളുകൾ കേൾക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, ഇബ്നു അബ്ബാസ്, ഞാനിവിടെ റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുമ്പോൾ നിങ്ങളെന്തേ നോക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് കേട്ടാൽ ഞങ്ങളുടെ ചെവികൾ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുമായിരുന്നു. പക്ഷേ ജനങ്ങൾ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പല നാടുകളിലേക്ക് വ്യാപിച്ചപ്പോൾ, പിഴച്ച കക്ഷികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ആ പരിപാടി നിർത്തി. അറിയുന്നത് സ്വീകരിക്കാനുള്ള അവസ്ഥയിലായി. അറിയുന്ന ആളുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ആരാണ് പറയുന്നത്? സഹാബിയാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ കൂഫയെക്കുറിച്ച് പറയാറുണ്ടത് ബിദ്അത്തിന്റെ ഫാക്ടറിയാണ് എന്ന്. ഇറാഖിലുണ്ടായിരുന്ന സ്ഥലമാണ്. ചിലർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് നിന്ന് മദീനയിൽ നിന്ന് ഹദീസ് പോകുമ്പോൾ ഒരു മുഴ നീളം ഉണ്ടാവുള്ളൂ, ഒരു ചാണ് നീളം ഉണ്ടാവുള്ളൂ. അത് കൂഫയൊന്ന് ചുറ്റി വന്നാൽ
അതൊരു ചാണ് നീളത്തിയിട്ടുണ്ടാവും. ഏതാണ് ആ കാലഘട്ടം? പണ്ഡിതന്മാർ നിറഞ്ഞു നിന്ന കാലഘട്ടം. ഇപ്പം ഈ കാലഘട്ടത്തിലെ അവസ്ഥയോ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ ദിവസവും ചിലപ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ്, ഉറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഓതിയാൽ ശരിയാവോ, രാത്രി ഇങ്ങനെ പറഞ്ഞാൽ ചെയ്താൽ ശരിയാവോ? സഹോദര, നിന്റെ ദീന് നീ കണ്ട വാട്സപ്പ് ഗ്രൂപ്പൊന്നും എല്ലായിടത്തും എടുക്കണ്ടേ? ആരാണ് നിനക്കിത് പറഞ്ഞു തരുന്നത്? അയാളെക്കുറിച്ച് നീ അറിയണം, അന്വേഷിക്കണം. ദീനിൻ്റെ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളുടെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടത് ദീനിൻ്റെ കാര്യത്തിൽ പൊതുവെയും. കാരണം ഈ കാലഘട്ടത്തിൽ പിഴച്ച കക്ഷികൾ അവരുടെ ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്നതിൻ്റെ പ്രാധാന്യം പറയുന്നതോടൊപ്പം തന്നെ ദീൻ പഠിക്കുന്നതിൽ നാം പാലിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ചും പറയേണ്ടതുണ്ട്. അതുകൊണ്ട് എവിടുന്നും കേൾക്കുക എന്നുള്ള സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം. കാരണം ഏതാണ് നമ്മുടെ ഹൃദയത്തെ പിഴവിലാക്കുക നമുക്കറിയില്ല. ഒരിക്കലും ഇമാം മാലിക്, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം മസ്ജിദിലിരിക്കുക. ഒരു ബിദ്അത്തുകാരൻ മസ്ജിദിലേക്ക് കയറി വന്നു. അയാൾ പറഞ്ഞു, ഇമാം മാലിക്, എനിക്ക് നിങ്ങളോട് ഒരു ആയത്ത് കേൾപ്പിക്കണമെന്നുണ്ട്. ഒരു ആയത്ത്. അദ്ദേഹം പറഞ്ഞു, സമ്മതിക്കില്ല എന്നാണ്. ഖുർആനിലെ ഒരു ആയത്ത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അത് നിങ്ങൾ പറയാൻ സമ്മതിക്കില്ല? അദ്ദേഹം പറഞ്ഞു, വലാ നിസ്ഫ ആയ, ഒരായത്തിൻ്റെ പകുതി പോലും പറയാൻ ഞാൻ നിന്നെ വിടൂല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തീരുമാനം സ്വീകരിച്ചത്? അയാൾ ചിലപ്പോൾ അയാളുടെ ബിദ്അത്തിന് സാധ്യത നൽകുമെന്ന് തോന്നുന്ന ഒരു ആയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പറയാനിരിക്കും അവിടെ വന്നിട്ടുണ്ടാവാം. ആളുകൾ ചിലപ്പോൾ അത് അങ്ങനെ ആ ഒരു വശത്തു നിന്ന് അങ്ങോട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അതിൽ സംശയമുണ്ടാകും. ദീൻ അതിൻ്റെ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സമീപിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ എത്രയും പറഞ്ഞത്. ദീന് പഠിക്കുന്നവരെ നിങ്ങൾ പരിശോധിക്കുക. അവർ ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നവരാണോ? സുന്നത്ത് പാലിക്കുന്നവരാണോ? ബിദ്അത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണോ? ദീൻ അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് പറയുന്നവരാണോ? അവനവൻ്റെ തോന്നലുകളും ചിന്തകളും ഉൾപ്പെടുത്തുന്നവരാണോ? ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ കേൾക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും മുസ്ലിമീങ്ങളായി നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.